സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിക്ക് ഇത്ര സ്നേഹം ഈശോയോട് വരാൻ കാരണം എന്താണ്? അയാൾക്ക് ശരീരത്തിൽ അത് അനുഭവിക്കാൻ സാധിച്ചു. അയാൾ തിരിച്ചറിഞ്ഞു, തൻ്റെ ശരീരം സുഖപ്പെട്ടതായിട്ട് തിരിച്ചറിഞ്ഞു. നമുക്കറിയാമല്ലോ, എലിസബത്തിൻ്റെ വീട്ടിൽ മറിയം ചെന്നപ്പോൾ എലിസബത്തിനോട് അഭിവാദനം ചെയ്തപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. ഈ സംഭവം എലിസബത്ത് തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കാര്യമാണ്. അതുകൊണ്ടെന്താ, ഈ ശക്തമായ ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട് എലിസബത്ത് ഉടനെ വിളിച്ചു പറഞ്ഞു. അതാണ് ഒരാൾ ജീവിതം കർത്താവിന് മുമ്പിൽ സാക്ഷ്യം പറയുന്നത് എപ്പോഴാണ്? അത് ശക്തമായ ദൈവാനുഭവം ഉള്ളപ്പോഴാണ്. 2 കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-15 വാക്യത്തിൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. അപ്പൊ കൃതജ്ഞത പറയുന്നത് എന്തിനാ? നമ്മളിലുള്ള കൃപകൾ വർദ്ധിക്കാനും അത് കേൾക്കുന്നവരിലേക്ക് കൃപകൾ നിറയാനും വേണ്ടിയിട്ട്. കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നൊവേന സെന്ററുകളിലോ നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ ശ്രവിക്കുമ്പോൾ അയാൾക്കുണ്ടായ ദൈവാനുഭവം പറയുമ്പോൾ അത് കേൾക്കുന്നവരിലേക്ക് ശക്തമായ കൃപ വ്യാപരിക്കും. അപ്പം അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ കൃതജ്ഞത പറയുന്നത്.